ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് IA-16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിനെ കുറിച്ചാണ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ അസറ്റ്സ് ആണ് നമ്മുടെ IA-16ന്റെ അണ്ടറിൽ വരിക, എങ്ങനെയാണ് അതിനെ ഇനീഷ്യലി മെഷർ ചെയ്യേണ്ടത്, ഇയർ എൻഡിലേക്ക് വരുമ്പോൾ അതിന്റെ വാല്യൂ ചേഞ്ച് ആയി കഴിഞ്ഞാൽ അത് എവിടെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്, ഇയർ എൻഡിൽ ഏത് വാല്യൂയിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ IA-16ൽ പഠിക്കാൻ പോണത്. IA-16ൽ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കൈൻഡ് ഓഫ് അസറ്റ്സ് ആണ് നമ്മുടെ IA-16ലേക്ക് വരുന്നതെന്നാണ്. ഏതൊക്കെ കൈൻഡ് ഓഫ് അസറ്റ്സ് ആണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് പ്രൊഡക്ഷൻ ഓർ സപ്ലൈ ഓർ ഗുഡ്സ് ഓർ സർവീസസ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, അതായത് നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് നമുക്ക് എന്തെങ്കിലും സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ഓഫർ ചെയ്യാനായിട്ട് നമുക്ക് ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ ആരെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റിക്കോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണ ഒരു അസറ്റ് ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണതാണ് നമ്മുടെ IA-16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിനെ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ നമ്മളൊരു കാർ മേടിക്കുകയാണ്. നമ്മളൊരു കാർ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മോർ ദാൻ 12 മന്ത്സ് എന്തായാലും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ മോർ ദാൻ 12 മന്ത്സ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഒരു അസറ്റ് മേടിച്ചു. അതിനെ നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ IA-16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ദെൻ ഇതിനൊരു റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ രണ്ട് തരത്തിലാണ് IA-16ന്റെ റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ പറയണേ. ഫസ്റ്റ് വൺ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്. എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, നമ്മൾ ഇപ്പൊ ബെലേനോ കാർ മേടിച്ച് നമ്മുടെ എംപ്ലോയീസിനെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് വേണം. നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഈ അസറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവണം. അതാണ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് വൺ ആണ് കോസ്റ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി. എന്ന് വെച്ചാൽ എന്തായിരിക്കും റിലയബിൾ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. അതായത് നമുക്ക് ഓരോ കോസ്റ്റും ഐഡന്റിഫൈ ചെയ്ത് ഇതിന് ഇത്ര രൂപയായി എന്ന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം. വിച്ച് ഇസ് ദ കോസ്റ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ റെക്കഗ്നേഷൻ ക്രൈറ്റീരിയയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണേ. ഫസ്റ്റ് വൺ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്, പിന്നെ കോസ്റ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി. പിന്നെ എന്താ പറഞ്ഞേ, ഏതൊക്കെ തരം അസറ്റുകൾ തന്നെ ടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് തൊടാൻ പറ്റണ 12 മന്ത്സിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മുടെ IA-16ന്റെ അണ്ടറിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണേ. വേറെ എന്തും കൂടി പറഞ്ഞു, നമ്മുടെ ബിസിനസിന്റെ യൂസിന് വേണ്ടിയിട്ടായിരിക്കണം IA-16ൽ ട്രീറ്റ് ചെയ്യണ അസറ്റുകൾ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ അല്ലേ? ദെൻ പിന്നെ പറയുന്നതാണ് നമ്മുടെ ഇനീഷ്യൽ മെഷർമെന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മൾ ഇനീഷ്യലി നമ്മുടെ ബെലേനോ കാർ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം ചെലവുകൾ തന്നെയെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും നമ്മുടെ എക്സാമ്പിളിൽ നമ്മുടെ ബെലേനോ കാർ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ മേ ബി നമുക്ക് പലതരത്തിലുള്ള കോസ്റ്റുകളായിരിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അല്ലേ. അവരിങ്ങനെ പറയും, നമ്മുടെ കാർ മേടിക്കാനായിട്ടുള്ള പർച്ചേസ് കോസ്റ്റ് ഉണ്ട്, അതിനകത്ത് കുറച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും, ഇത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ഹോം ഡെലിവറി ആയിട്ട് നമുക്ക് തരണമെങ്കിൽ ഇത്ര രൂപ ചാർജ് ചെയ്യേണ്ടി വരും, അങ്ങനെ പിന്നെ ടാക്സിന്റെ ഗവൺമെന്റ് കൊടുക്കേണ്ട GST കാര്യങ്ങൾ ഇത്ര ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാവും. എന്തുണ്ടാവും? ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാവും. ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കാറിന്റെ കീ നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്ക് ആ കാറിന്റെ അസറ്റ് നമ്മുടെ സ്വന്തമായി എന്ന് പറയണത് വരെയുള്ള കോസ്റ്റുകളെയാണ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സെന്റൻസ് ഉണ്ട്, ലൈക്ക് ഓൾ ദ കോസ്റ്റ് ദാറ്റ് റിലേറ്റഡ് ടു ദ അസറ്റ് മേക്കിംഗ് ദ അസറ്റ് റെഡി ടു യൂസ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. ഒന്നുകൂടെ പറയാം, ഓൾ ദ കോസ്റ്റ് ദാറ്റ് റിലേറ്റഡ് ടു ദ അസറ്റ്, എന്തൊക്കെ ചെലവുകളാണോ അസറ്റിനെ പറ്റിയിട്ടുള്ളത്, ടു മേക്ക് ദ അസറ്റ് റെഡി ടു യൂസ്, ആ അസറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള കോസ്റ്റുകളാണോ നിങ്ങൾക്കായേ ആ കോസ്റ്റുകളെല്ലാം ക്യാപിറ്റലൈസ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എല്ലാ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയണേ, നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് പറയണേ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റുകൾ ഏതൊക്കെയാ? പർച്ചേസ് കോസ്റ്റ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, പിന്നെ സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ്, ഇനീഷ്യൽ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ ആയിരിക്കും നമ്മുടെ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ആയിരിക്കുക. ഒന്ന് ആലോചിക്കുക, നമ്മൾ ഷോറൂമിൽ ചെന്ന് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഏജന്റ് എന്തായാലും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയില്ലേ, നമുക്ക് ടാക്സിന്റെ കൊടുക്കേണ്ട വരും, പർച്ചേസിന് ഇത്ര കോസ്റ്റ് വരുന്നത്, പിന്നെ നമ്മുടെ ഇത്ര ആക്സസറീസും കൂടി ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ കാർ വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരുള്ളൂ, അതും കൂടി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇനീഷ്യലി റെഡി ടു യൂസ് ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചിലവാണ് വരുന്നത്, ആ കോസ്റ്റുകളെല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നതാണ് നമ്മുടെ ഇനീഷ്യൽ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അവിടെ നമ്മൾ എന്തൊക്കെ കളയും? നമ്മൾ ഒരു കാർ മേടിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ആലോചിക്കണേ, ഇനി എനിക്ക് പെട്രോൾ അടിക്കാനുള്ള ചിലവ് വരും, പിന്നെ എൻ്റെ കാർ ഇടയ്ക്ക് സർവീസ് ചെയ്യണം, വാഷ് ചെയ്യണം എന്നുള്ള ചിലവുകൾ വരും, പിന്നെ എന്ത് വരും, പിന്നെ ഇടയ്ക്ക് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസ് നടത്തേണ്ട ചിലവുകൾ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരണ ചിലവുകൾ ആക്ച്വലി
നമുക്ക് ആ കാറ് കിട്ടി, ആ കാർ പുത്തനായിട്ടല്ലേ കിട്ടിയേ, നമുക്കൊരു പുതിയ കാറായിട്ടാണ് കിട്ടിയത്. ആ കാറിനെ അതേപടി തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതേപടി തന്നെ ആ കാറിന്റെ പെർഫോമൻസിനെ നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ ആക്ച്വലി നമ്മൾ ഫ്യൂവൽ അടിക്കുന്നതും ഓയിൽ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നതും പിന്നെ നന്നായിട്ട് കാറ് വാഷ് ചെയ്യണതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കാറിന്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ കാറിന്റെ പെർഫോമൻസിനെ ആ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചറിന്റെ പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താ പേര്? റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിനെ ആദ്യം കിട്ടിയ പെർഫോമൻസിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ, അങ്ങനെയുള്ളതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് എങ്ങോട്ട് പോകണം? അത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മുടെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മുടെ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. അപ്പോൾ 4 കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ കാണിക്കാൻ പോണേ. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്, റീപെയിന്റിങ്, ജനറൽ ഓവർഹെഡ്, സ്റ്റാഫ് ട്രെയിനിങ് കോസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കമ്പനിയിൽ നമ്മളൊരു അടിപൊളിയായിട്ട് ഒരാൾക്ക് ട്രെയിനിങ് കൊടുത്തു, ഒരാൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു, അയാൾ മറ്റൊരു വലിയ ഓഫർ വന്നു കഴിഞ്ഞാൽ പോവാതിരിക്കുമോ? ഉറപ്പായിട്ടും പോവും. അപ്പൊ നമ്മുടെ ഈ ട്രെയിനിങ് കൊടുത്ത കോസ്റ്റ് നമുക്ക് ആക്ച്വലി നഷ്ടപ്പെടാല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു അസറ്റ് ആയിട്ട് കാണാതെ നമ്മുടെ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കളയാൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി. ഇനി നമ്മുടെ ഇനീഷ്യൽ മെഷർമെന്റ് നമ്മൾ ഏതിൽ നടത്തി? കോസ്റ്റിൽ നടത്തി. ഓൾ ദ കോസ്റ്റ് ദാറ്റ് റിലേറ്റഡ് ടു ദ അസറ്റ് മേക്കിംഗ് ദ അസറ്റ് റെഡി ടു യൂസ്. നമ്മൾ നോക്കി നമ്മുടെ റെഡി ടു യൂസ് ആവണവരെ ഏതൊക്കെ കോസ്റ്റ് ആണോ നമുക്ക് ആയേ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അവസാനം എന്തായി? നമ്മുടെ ഇയർ എൻഡ് ആയി, നമ്മുടെ വർഷത്തിന്റെ അവസാനമായി. വർഷത്തിന്റെ അവസാനമായി കഴിഞ്ഞപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് 2 മോഡലാണ്. ഫസ്റ്റ് വൺ ഈസ് ദ കോസ്റ്റ് മോഡൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ റീവാലുവേഷൻ മോഡൽ. കോസ്റ്റ് മോഡൽ എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അസറ്റിനെ ഞാൻ മേടിച്ചത് ഒരു 10 ലക്ഷം രൂപയ്ക്കാണ്. ഞാൻ എൻ്റെ ബെലനോ കാർ മേടിച്ചത് 10 ലക്ഷം രൂപയ്ക്കാന്ന് വിചാരിച്ചോ. ഞാൻ എന്ത് വിചാരിക്കുകയാണ്, 10 വർഷം നമ്മുടെ ബെലനോ കാർ ഉപയോഗിക്കാം, 10 വർഷം ബെലനോ കാർ ഉപയോഗിക്കാം. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ ആയിരിക്കും എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് എന്നാണ് ഡിപ്രീസിയേഷന്റെ പേര്. എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു 10 പേരുടെ പിരിവിട്ട് ഒരു കേക്ക് മേടിച്ചു എന്ന് വിചാരിച്ചോ. 10 പേരുടെ സ്പ്ലിറ്റ് ഇട്ടിട്ട് ഒരു കേക്ക് മേടിച്ചു. അപ്പോൾ 1000 രൂപയുടെ കേക്കാണ് നിങ്ങൾ മേടിച്ചത്, 10 പേരുടെ സ്പ്ലിറ്റ് ഇട്ടിട്ട് മേടിച്ചത്. അപ്പോൾ ഒരാൾ 100 രൂപ വെച്ചിട്ടല്ലേ കോൺട്രിബ്യൂട്ട് ചെയ്യണേ. ഓക്കെ, കേക്ക് വന്നു. കേക്ക് വന്നപ്പോൾ അവിടെ ആകെ നമ്മുടെ ഈ സ്പ്ലിറ്റ് ഇട്ട ആൾക്കാർ 2 പേരെ ഉണ്ടായുള്ളൂ. അവർക്ക് 2 പേരും കൂടി മുഴുവൻ കഴിക്കാവോ? മുഴുവൻ കഴിക്കാവോ? പാടില്ല. എന്തുകൊണ്ടാ? എല്ലാവരും സ്പ്ലിറ്റ് ഇട്ടിട്ടില്ലേ? എല്ലാവരും 100 രൂപ വെച്ചിട്ട് സ്പ്ലിറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളും ആക്ച്വലി ചെയ്യേണ്ടത്. നമ്മൾ എന്താ ആക്ച്വലി ചെയ്യേണ്ടത്? നമ്മുടെ കാറ് നമ്മൾ 10 വർഷത്തേക്കാണ് മേടിച്ചത്, 10 ലക്ഷം രൂപയായെങ്കിൽ 10 വർഷത്തേക്കും നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. 10 വർഷത്തേക്കും സിസ്റ്റമാറ്റിക്കലി ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു വർഷം എത്രയായിരിക്കും? 10 ലക്ഷം ഡിവൈഡഡ് ബൈ 10, 1 ലക്ഷം രൂപയായിരിക്കും നമ്മുടെ ഡിപ്രീസിയേഷൻ വരാം. അപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ അസറ്റിന്റെ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാരിയിങ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെ ഇപ്പോഴുള്ള വാല്യൂ. ക്യാരിയിങ് വാല്യൂ എന്ന് വെച്ചാൽ അസറ്റിന്റെ ഇപ്പോഴുള്ള വാല്യൂ. അതെങ്ങനെ കണ്ടുപിടിക്കുക? കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അതായത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ 1 lakh പ്ലസ് സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ 1 lakh പ്ലസ് തേർഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ 1 lakh. അങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് വരുന്നതിനാണ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ഇയറിന്റെ എൻഡിലേക്ക് വരുമ്പോൾ ആകെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ മാത്രമല്ലേ ഉള്ളൂ. അത് എത്ര വരുന്നത്? 1 lakh. അപ്പോൾ 10 lakh മൈനസ് 1 lakh ചെയ്ത് കഴിഞ്ഞാൽ 9 lakh കിട്ടും. അതായിരിക്കും നമ്മുടെ കോസ്റ്റ് മോഡലിലുള്ള നമ്മുടെ ബെലനോ കാറിന്റെ ക്യാരിയിങ് വാല്യൂ. ഐ ഹോപ്പ് ഓൾ ദീസ് ആർ ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ സെക്കൻഡ് വൺ ആണ് റീവാലുവേഷൻ മോഡൽ. റീവാലുവേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറിന്റെ സുസുക്കി കമ്പനി ഭയങ്കര പോപ്പുലറായി. സുസുക്കി കമ്പനി ഭയങ്കര പോപ്പുലറായി നമ്മുടെ മാർക്കറ്റിൽ. അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാണ്, ബെലനോ കാറിന് ഇപ്പൊ 14 ലക്ഷം രൂപ വിലയുണ്ട്. ബെലനോ കാറിന് ഒരു 18 ലക്ഷം രൂപ നമുക്കൊരു ഈവൺ നമ്പർ ആക്കിയേക്കാം. ബെലനോ കാറിന് ഇപ്പൊ 18 ലക്ഷം രൂപ വിലയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാണ്. 18 ലക്ഷം രൂപ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റ് ഇയറിന്റെ എൻഡിലേക്ക് വന്നപ്പോൾ നമ്മുടെ അസറ്റിന്റെ ക്യാരിങ് വാല്യൂ എത്ര മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? എത്ര മാത്രമായിരുന്നു? 9 ലക്ഷം രൂപ ആയിരുന്നില്ലേ? 9 ലക്ഷം രൂപ ഉണ്ടായിരുന്ന സാധനത്തിന് ഇപ്പൊ 18 ലക്ഷം രൂപ വിലയുണ്ട്. 18 ലക്ഷം രൂപ വിലയുണ്ട്. പക്ഷെ റിമൈനിങ് യൂസ്ഫുൾ ലൈഫിന് വല്ല മാറ്റം ഉണ്ടോ? നമ്മൾ 10 വർഷം ഉപയോഗിക്കാൻ ഇതിലെ കാർ മേടിച്ചേ, നമ്മുടെ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് സ്റ്റിൽ 9 വർഷമാണ്. അപ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ മാറിയില്ലേ? പുതിയ വാല്യൂ എത്രയാ? പുതിയ റീവാല്യൂയുടെ എമൗണ്ട് എത്രയാ? 18 ലക്ഷം രൂപ. അപ്പോൾ ഈ 18 ലക്ഷം രൂപയിലേക്ക് നമ്മുടെ അസറ്റിന്റെ വാല്യൂവിനെ മാറ്റി എഴുതണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ റീവാല്യൂഡ് എമൗണ്ട് മൈനസ് നമ്മുടെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പുതിയ ക്യാരിയിങ് വാല്യൂ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ റീവാല്യൂ ചെയ്ത നമ്മുടെ എമൗണ്ട് എത്രയായിരുന്നു? റീവാല്യൂ ചെയ്ത നമ്മുടെ എമൗണ്ട് 18 മില്യൺ ആയിരുന്നു. അപ്പൊ ഇനി തൊട്ട് നമ്മൾ എഴുതാൻ പോണത് 18 മില്യൺ ആയിരിക്കും നമ്മുടെ അസറ്റിന്റെ വാല്യൂ ആയിട്ട് എഴുതണേ. പുതിയ ഡിപ്രീസിയേഷൻ ഇപ്പൊ നിങ്ങൾ ആലോചിക്കില്ലേ, ഇത്രയും നാൾ നമ്മൾ ചാർജ് ചെയ്ത 1 ലക്ഷം രൂപയായിരുന്നു ഡിപ്രീസിയേഷൻ. ഇനി തൊട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് ശരിക്കും മാറില്ലേ? എങ്ങനെ മാറണേ എന്ന് വിചാരിച്ചാൽ നമ്മുടെ
ഇനി 9 വർഷമാണ് റിമൈനിങ് ഉള്ള 18 ലക്ഷം ഡിവൈഡഡ് ബൈ 9 വർഷം 2 ലക്ഷം രൂപയായിരിക്കും ഇനി വരാൻ പോണ ഡിപ്രീസിയേഷൻ. 2 ലക്ഷം രൂപയായിരിക്കും ഇനി വരാൻ പോണ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ടൈമിനെ ഒരിക്കലും ആരും തേയ്മാനം അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. എങ്ങനെയാണോ നമ്മൾ എക്കണോമിക് ബെനിഫിറ്റ് കൺസ്യൂം ചെയ്യണേ അതിനനുസരിച്ച് നമ്മൾ കോസ്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ ആ പിരിവിട്ട് കേക്ക് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ പീസ് കഴിച്ച ആളോടായിരിക്കും ഏറ്റവും വലിയ സ്പ്ലിറ്റ് മേടിക്കണേ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എക്കണോമിക് ബെനിഫിറ്റ് കൺസ്യൂം ചെയ്തത് ആരാണോ അവരുടെ നിന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് മേടിക്കണേ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണേ. ഓക്കെ അല്ലേ? ബാക്കി എന്നാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഐ ഹോപ്പ് ഓൾ ഓഫ് ദീസ് ആർ ക്ലിയർ ഫോർ യു.